ഇത്ര രൂപ തന്നില്ലെങ്കിൽ പാമ്പിനെ ഇവിടെ തിരിച്ചിട്ട് പോകും എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്ന ആൾക്കാർ. അതെ, ഒത്തിരി അങ്ങനെ ആൾക്കാരുണ്ട്. എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇട്ട ഒരാളുണ്ട്. പുള്ളി ലൈസൻസ് ക്യാൻസലായ ഒരാളാണ്. അപ്പോൾ അത് ക്യാൻസലാവാൻ കാരണം എന്ന് പറയുന്നത് പുള്ളി ഭയങ്കരമായിട്ട് കാശ് വാങ്ങുന്ന ഒരാളാണ്. കാരണം ഇവരെല്ലാം പാമ്പിനെ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് ആ കമൻസുകളിലൊന്നും സ്ത്രീകളാരും ഒരു രീതിയിലും മോശം പറഞ്ഞ് ഞാൻ ഒരിടത്തും കണ്ടില്ല. പുരുഷന്മാർ തന്നെയാണല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് ഇവരുടെ എല്ലാം ബുദ്ധിമുട്ട് എന്നുള്ളത്. ആ രാജവെമ്പാലയ്ക്ക് സുഖമില്ലാത്തതാണ്. അത് പാവമായതുകൊണ്ടാണ് എന്നെ ഒന്നും ചെയ്യാൻ. അതെൻ്റെ കുറ്റമല്ല. അതിൽ ഞാൻ കമൻറ്റ് വായിക്കാറില്ല. എനിക്കെതിരെ കമൻ്റ് ഇടുന്നത് മുഴുവൻ മനംവകുപ്പിലുള്ളവരാണ്. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. പുറത്തുള്ള ഒരു കുറവാണ്. ചെയ്യുന്ന ആൾക്കാരെ കൂടി നിരുത്സാഹപ്പെടുത്തുകയും അപമാനിക്കുകയും കൂടി ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് നാണം കെടുത്തിക്കുക. അവർക്കെല്ലാം അറിയാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് പറയുന്നതാണ് ഇതല്ല. അല്ലാതെ പാമ്പിന്റെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് പറയണമെന്നല്ല ഇവരെല്ലാം. അത് സ്ത്രീകളും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഉയരത്തിലോട്ട് അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിലൊരു പദവി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ അടിച്ചൊതുക്കാനായിട്ട് ഏത് രീതിയിലും എത്ര വൃത്തികെട്ട രീതിയും സ്വീകരിക്കാൻ ഇവിടെ പല പുരുഷന്മാരും തയ്യാറാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണ് പ്രകൃതി വന്യജീവി കൂട്ടായ്മ. വന്യജീവി കൂട്ടായ്മ എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പുണ്ട്. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം അവർ വളരെ മോശമായിട്ട് എന്നെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. ശരിക്കും പലരും പറയും വിമർശനം വരും, മൈൻഡ് ചെയ്യേണ്ട. പുള്ളിയുടെ വീടിനടുത്തുള്ള ഒരാൾ ഈ പുള്ളി പിടിക്കുന്ന പാമ്പിനെ അവരുടെ വീടിന് മുന്നിൽ കൊണ്ടിടുന്നു, എന്നിട്ട് വീണ്ടും പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഞങ്ങൾക്ക് പരാതി വന്നത്. കുറച്ചുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പടമായേനെ എന്ന് പറഞ്ഞു. പടമായില്ല. അതാ ഇപ്പോഴും ഇവിടെ ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്.